ലോകത്ത് ഒരു നല്ല പാരന്റും സ്വന്തം കുട്ടി എടുക്കുന്ന എഫേർട്സിന് ചെറുതാക്കി കാണിക്കാനോ അല്ലെങ്കിൽ അവരൊരു പ്രത്യേക കാര്യത്തിൽ അത്ര നല്ലതല്ല ലൈക്ക് ദേ ബാഡ് അറ്റ് സംതിങ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പാരന്റ്സ് അല്ല. അവർക്ക് എപ്പോഴും കുട്ടികളുടെ കൂടെ ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റമായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹം. അപ്പോൾ ഇതിനു വേണ്ടി മിക്ക പാരന്റ്സും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടിയെ സ്മാർട്ട്, ഇന്റലിജന്റ് അല്ലെങ്കിൽ കേപ്പബിൾ എന്നുള്ള ഓരോ ലേബിൾസ് ഇട്ടിട്ട് കുട്ടികളെ അഡ്രസ്സ് ചെയ്യും. ഇതിന്റെ ഉദ്ദേശം നല്ലത് തന്നെയാണ്. ഇതൊക്കെ പറയുന്നത് കൊണ്ട് കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് വരും, നല്ല ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ലേബിൾസ് ഇടുന്നത്. പക്ഷേ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വൺസ് ഇതുപോലത്തെ ഒരു ലേബിൾ കുട്ടിയുടെ മൈൻഡിൽ പ്രിന്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അവർ ഈ ലേബലിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഐ എം സ്മാർട്ട്, ഐ എം ഇന്റലിജന്റ്, എനിക്ക് ഇതിൽ താഴേക്ക് ഇനി പോകാൻ പറ്റില്ല. അപ്പോൾ ലൈഫിൽ ഒരു പുതിയ ചലഞ്ച് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുക്കണം എന്നില്ല. കാരണം ഒരു പുതിയ ചലഞ്ച് ഏറ്റെടുത്താൽ അതിനകത്ത് ഫെയിലിയർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫെയിലിയർ വന്നാൽ ചിലപ്പോൾ എൻ്റെ ചുറ്റുമുള്ള വ്യക്തി എന്നെ അത്ര സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ആയിട്ട് കാണണമെന്നില്ല. അപ്പോൾ ആ ഒരു ഇമേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ പുതിയ ചാലഞ്ച് ഏറ്റെടുക്കാതിരിക്കും. പുതിയ ചാലഞ്ച് ഏറ്റെടുക്കാത്ത ഒരാൾക്ക് ഗ്രോത്തും പോസിബിൾ അല്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും? ഒരിക്കലും കുട്ടികൾ എടുക്കുന്ന അല്ലെങ്കിൽ എൻഗേജ് ആയിട്ടുള്ള ഏതൊരു ആക്ടിവിറ്റിയുടെയും ഔട്ട്കമ്മിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അവർ ആ ഔട്ട്കമ്മിലേക്ക് എത്താൻ വേണ്ടി എടുത്തേക്കുന്ന എഫേർട്സിനെ അഡ്രസ്സ് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. പക്ഷേ ഇത് വളരെ റാൻഡം ആയിട്ടൊരു സുപ്രഭാതത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറി പെട്ടെന്ന് എഫേർട്സിലേക്ക് പോകണമെന്നല്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പതുക്കെ പതുക്കെ അവരുടെ എഫേർട്സിനെ അപ്രീഷിയേറ്റ് ചെയ്ത് എഫേർട്സ് കൂട്ടി കൊണ്ടുവരണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.